ഓക്കെ, സോ ഞാൻ നമ്മുടെ അൺബോക്സിങ് വീഡിയോസിൻ്റെ ഫോർമാറ്റ് ഒന്ന് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്ലോ ഉണ്ടല്ലോ അതൊന്ന് മാറ്റി എഴുതാൻ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാറ്റി എഴുതാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ കുറേ ഡിവൈസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, പലതരത്തിലുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ അൺബോക്സ് ചെയ്ത് ഞാനൊരു അൺബോക്സിങ് റോബോട്ട് ആയി മാറുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക്. ഒരു ഏച്ച് കെട്ടൽ വരുന്നുണ്ട് വീഡിയോസിൽ, ഈ പ്രസൻറ്റേഷൻ പോലെ. അതായത് ഇതൊക്കെയാണ് ബോക്സിലുള്ളത്, ഇതൊക്കെയാണ് സ്പെസിഫിക്കേഷൻസ്, ഇതാണ് ഫോട്ടോസ്, നിങ്ങൾ തീരുമാനിച്ചോളൂ, ടാറ്റാ ബൈ ബൈ, അങ്ങനത്തെ ഒരു സെറ്റപ്പ് വരുന്നുണ്ടോ എന്നൊരു സംശയം. സോ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഈ കംപ്ലീറ്റ് ഒരു അൺബോക്സിങ് സംഭവം ഞാൻ മാറ്റി എഴുതാൻ പോവാണ്. നമ്മുടെ ഡീറ്റെയിൽഡ് അൺബോക്സിങ് ഉണ്ടല്ലോ, അതെന്തായാലും നമ്മുടെ ട്രേഡ് മാർക്കാണ്. എന്നാൽ ഏത് ഡിവൈസ് ആണെങ്കിലും ആ ഒരു ഡിവൈസ് ഒരു മിനിമം 2-2.5 ദിവസം ഉപയോഗിച്ചിട്ട് അൺബോക്സിങ് ഇട്ടാൽ കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് ഒരു ഇനീഷ്യൽ റിവ്യൂ എങ്കിലും പറയാൻ പറ്റും. ഫൈനൽ റിവ്യൂ എന്തായാലും 7 ദിവസം 10 ദിവസം 1 മാസം എന്തായാലും എടുക്കും. പക്ഷേ ഒരു ഇനീഷ്യൽ റിവ്യൂ പറയാൻ പറ്റും, ഒരു ഇനീഷ്യൽ ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയാണ്. ഓക്കെ, പിന്നെ ചെറിയ രീതിയിലുള്ള ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് വീഡിയോസ് വരാതിരുന്നത്, അതിനുവേണ്ടി സോറി. സോ ഈ OnePlus നോഡിന് ശേഷം നമ്മുടെ ഈ ചാനലിൽ ഞാൻ അൺബോക്സ് ചെയ്യുന്ന ഫസ്റ്റ് OnePlus ഫോണാണ് OnePlusൻ്റെ OnePlus 11. ഓക്കെ, സോ പലരും പറയുന്നുണ്ട് OnePlus ഇസ് ബാക്ക്. ശരിക്കും OnePlus ഇസ് ബാക്ക് ആണോ? S22 Ultra, S23 Ultra, iPhone 14 Pro, iPhone 14 Pro Max, ഈവൻ S23 Plus, ഈ പറഞ്ഞ ഫോൺസ് പ്രീമിയം ഹൈ എൻഡ് ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് ആണെങ്കിൽ ഇത് ഒരു പ്രീമിയം ഹൈ എൻഡ് ഫ്ലാഗ്ഷിപ്പ് ഫോൺ അല്ല. ഓക്കെ, കാരണം പല വ്യത്യാസങ്ങളുണ്ട്, അതെല്ലാം ഷെയർ ചെയ്യാം. അതായത് ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ഉള്ള ഒരു ഫോണാണ്, ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ഉള്ള ഒരു വാല്യൂ ഫോർ മണി ഫോണാണ് തീർച്ചയായിട്ടും, പക്ഷേ ഒരു ഹൈ എൻഡ് ഫ്ലാഗ്ഷിപ്പ് ഫോൺ അല്ല. എനിവേ, എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗോ. OnePlusന്റെ ടിപ്പിക്കൽ റെഡ് ബോക്സിൽ ഡോക്യുമെന്റ്സ്, സിം ടൂൾ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബാക്ക് കേസ്, പിന്നെ നമ്മുടെ ഫോൺ വരുന്നുണ്ട്, മാറ്റി വെക്കാം, 100 വാട്ടിന്റെ ചാർജർ, ടൈപ്പ് സി ചാർജിങ് കേബിൾ. ഓക്കെ, 6.7 ഇഞ്ചിന്റെ 2K റെസൊല്യൂഷൻ ഉള്ള E4 AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Qualcomm Snapdragon 8 Gen 2 ആണ് ചിപ്സെറ്റ്. 8GB 128GB, 16GB 256GB ആണ് 2 RAM സ്റ്റോറേജ് വേരിയൻസ്. ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 13 ഉണ്ട് വിത്ത് ലേറ്റസ്റ്റ് Oxygen OS 13. 50 മെഗാപിക്സൽ പ്ലസ് 32 മെഗാപിക്സൽ പ്ലസ് 48 മെഗാപിക്സലിൻ്റെതാണ് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്. 16 മെഗാപിക്സൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററി പ്ലസ് 100 വാട്ടിന്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ ചാർജറും വരുന്നുണ്ട്. 8GB 128GB പ്രൈസ് ആണ് 57,000 രൂപ. 16GB 256GB പ്രൈസ് ആണ് 62,000 രൂപ. സോ സ്പെസിഫിക്കേഷൻസ് പ്രൈസ് ഒക്കെ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തു, കാരണം പലരും സ്പെസിഫിക്കേഷൻസ് കാണാൻ വേണ്ടിയാണ് വരുന്നത്. പക്ഷേ സ്പെസിഫിക്കേഷൻസ് മാത്രം നോക്കിയിട്ട് ഒരു ഡിവൈസും വാങ്ങരുത്, ദാറ്റ് ഷുഡ് ബി ഇല്ലീഗൽ ആക്ച്വലി. സോ ഡിസ്പ്ലേ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നല്ലൊരു ഡിസ്പ്ലേ ആണ് തീർച്ചയായിട്ടും. നമുക്ക് ഒരിക്കലും S22 Ultra, S23 Ultra, Pixel 7 Pro ഈ പറഞ്ഞ ഫോൺസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റൂല. ആ ലെവലിലുള്ളൊരു ഡിസ്പ്ലേ അല്ല. എന്നാൽ 60,000 റുപ്പീസിൽ നല്ലൊരു ഡിസ്പ്ലേ ആണ്. 2K റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്, എന്ന് വെച്ചാൽ Quad HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്പെക്സ് നോക്കുകയാണെങ്കിൽ 2 വർഷം മുന്നേ ഇറങ്ങിയ E4 AMOLED ഡിസ്പ്ലേ ഉണ്ടല്ലോ, ഇപ്പം ലേറ്റസ്റ്റ് ജനറേഷൻ E6 ആണ്. ഇവിടെ ഇപ്പോഴും E4 AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പ്രൊട്ടക്ഷൻ നോക്കുകയാണെങ്കിൽ Gorilla Glass വിക്ടസിന്റെ പ്രൊട്ടക്ഷൻ ആണ്. സോ വിക്ടസ് 2 അല്ല, വിക്ടസ് പ്ലസ് അല്ല, വിക്ടസിന്റെ പ്രൊട്ടക്ഷൻ ആണ്. സോ 2 ജനറേഷൻ മുന്നേ ഉള്ള പ്രൊട്ടക്ഷൻ ആണ്. സോ ഇവിടെയൊക്കെ കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ S22 Ultra, S23 Ultra, iPhone 14 Pro ഈ പറഞ്ഞ ഫോൺസിന്റെ പകുതി വിലക്കാണ് OnePlus ഈ ഒരു ഫോൺ ഇറക്കിയിരിക്കുന്നത്. സോ ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഐ എം ഓക്കെ വിത്ത് ദ കോസ്റ്റ് കട്ടിങ്. പിന്നെ HDR10+ Dolby Vision രണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ രണ്ടിനും വേണ്ടിയുള്ള സപ്പോർട്ട് നെറ്റ്ഫ്ലിക്സിലും കൊടുത്തിട്ടുണ്ട്. ബ്രൈറ്റ്നസ് ഒക്കെ ഓക്കെ ആണ്, 1300 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ആണ്. പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ പുറത്ത് പോകുമ്പോഴും ഡിസ്പ്ലേ ഒക്കെ അത്യാവശ്യം ക്ലിയർ ആണ്. തീർച്ചയായിട്ടും ഈ ഹൈ എൻഡ് ഫ്ലാഗ്ഷിപ്പിലുള്ള 2000 നിറ്റ്സും 1800 നിറ്റ്സും അതൊന്നും ഇവിടെ കിട്ടൂല. എന്നാൽ ബ്രൈറ്റ്നസ് ഈസ് ഓക്കെ. ഡൈനാമിക് 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ പെർഫോമൻസ് ഓക്കെ ആണ്, വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഞാൻ ഈ ഒരു റിവ്യൂ അല്ലെങ്കിൽ ഈ ഒരു ഇനീഷ്യൽ റിവ്യൂ പറയുന്നത് 60,000 റുപ്പീസിനെ മനസ്സിൽ വെച്ചുകൊണ്ടാണ്. ഓക്കെ, സോ ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ സ്പീക്കർ പെർഫോമൻസ് ഇസ് ഓക്കെ. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു അറിയാൻ പറ്റുന്നുണ്ട്. അതായത് താഴെയുള്ള ഈ സ്പീക്കർ ഇല്ലേ, ബോട്ടം സ്പീക്കർ, അതിൽ നിന്നാണ് കൂടുതൽ സൗണ്ട് വരുന്നത്, നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ബേസ് ലേശം കുറവാണ്, നല്ല വോളിയം ഉണ്ട്, അത്യാവശ്യം വോളിയം, നല്ല ലൗഡാണ്. പക്ഷേ ബേസ് ലേശം കുറവാണ്. ആ ഒരു ഡിഗ് 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 ആ ഒരു ബീറ്റ് ഉണ്ടല്ലോ, ആ ബീറ്റ് അത്രയും ക്ലിയർ അല്ല. സോ ബേസ് ലേശം കുറവാണ്. എന്നാൽ ഓവറോൾ നല്ലൊരു സ്പീക്കർ പെർഫോമൻസ് ആണ്, വലിയ പ്രോബ്ലം ഒന്നുമില്ല. ഫൈനലി OnePlus 10T ആൻഡ് OnePlus 10R എന്ന ഈ 2 ദുരന്തങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മുടെ അലേർട്ട് സ്ലൈഡർ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇതുകൊണ്ടാണോ എന്നറിയില്ല, എല്ലാവരും OnePlus ഇസ് ബാക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. എനിവേ, സോ അലേർട്ട് സ്ലൈഡർ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈസിലി ഈ ഫോൺ സൈലന്റിലും വൈബ്രേറ്റിലും പിന്നെ റിംഗർ മോഡിലൊക്കെ ഇടാൻ പറ്റും. സോ താങ്ക് യു OnePlus ഫോർ ബ്രിങ്കിങ് ദിസ് ബാക്ക്. ഇത് ആക്ച്വലി എടുത്ത് കളയാൻ പാടില്ലായിരുന്നു ഇൻ ദ ഫസ്റ്റ് പ്ലേസ്, പക്ഷേ എനിവേ തിരിച്ചു കൊണ്ട് വന്നല്ലോ. സോ ഇറ്റ്സ് നൈസ്. പിന്നെ ഈ ഒരു ഫോൺ ഗ്ലാസ് സാൻഡ്വിച്ച് ബിൽഡിലാണ് വരുന്നത്, എന്ന് വെച്ചാൽ
ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് ആണ്. ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസിന്റെ പ്രൊട്ടക്ഷൻ ആണ്, ഞാൻ പറഞ്ഞിരുന്നല്ലോ. ബാക്കിൽ ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ അവിടെ ഇവിടെ കോസ്റ്റ് കട്ടിങ് വന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് നോട്ട് ഹൈ എൻഡ് പ്രൊട്ടക്ഷൻ, എന്നാൽ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഓക്കെ, അലൂമിനിയം ഫ്രെയിം വരുന്നുണ്ട്. സോ ഈ ഒരു ഫോണും ബെൻഡ് ചെയ്താൽ പൊട്ടുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയില്ല. നമുക്ക് ജെറി അണ്ണന് വേണ്ടി വെയിറ്റ് ചെയ്യാം. പുള്ളിക്ക് ഈ ഒരു ഫോൺ കിട്ടുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ബ്രേക്ക് ആക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. പക്ഷേ അത്യാവശ്യം സ്ലിം ആണ് കേട്ടോ സാധനം. ലെറ്റ്സ് സി, വെയിറ്റ് ഫോർ ദാറ്റ് വീഡിയോ. ഓവറോൾ ഇതിൻ്റെ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഡിസൈനാണ്. അതായത് ആ ഒരു വലിയ ക്യാമറ മോഡ്യൂളും പിന്നെ സാംസങ്ങിൻ്റെ S21 സീരീസ് ഓർമ്മയുണ്ടോ, ആ ഒരു സ്റ്റൈലാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഓവറോൾ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. കയ്യിലെടുക്കുമ്പോഴൊക്കെ ആ ഒരു പ്രീമിയം ഒരു ഫോണിൻ്റെ ഫീൽ എന്തായാലും കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോൺ 2 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്, ഗ്രീൻ ആൻഡ് ബ്ലാക്ക്. എനിക്ക് ബ്ലാക്ക് ആണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. കാരണം ആ ഒരു ഗ്ലോസി സെറ്റപ്പ് ഇല്ല, മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല രസമുണ്ട്, കയ്യിലെടുക്കുമ്പോൾ നല്ല ഫീലാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഗ്ലോസി കളർഫുൾ സെറ്റപ്പ് വേണമെങ്കിൽ ആ ഗ്രീൻ ഓപ്റ്റ് ചെയ്യാം. iQOO 11 എന്ന ഫോണിൻ്റെ അൺബോക്സിങ്ങിൻ്റെ സമയത്തും സാംസങ് S23 അൾട്ര എന്ന ഫോണിൻ്റെ അൺബോക്സിങ്ങിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8 Gen 2 ഈസ് എൻ അടിപൊളി ചിപ്സെറ്റ്. ഓക്കെ, നല്ല ചിപ്സെറ്റ് ആണ്. അതായത് 865 ആൻഡ് 865 പ്ലസിന് ശേഷം ക്വാൾകോമിൻ്റെ ഒരു കംബാക്ക് എന്നൊക്കെ പറയാൻ പറ്റും. നല്ല പവർഫുൾ ചിപ്സെറ്റ് ആണ്. ഗെയിമിങ്ങിൽ റേ ട്രേസിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഫോണിൽ ചിപ്സെറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് യാതൊരു ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, നല്ല സ്മൂത്ത് പെർഫോമൻസ് ആണ് കിട്ടുന്നത്. OnePlus നല്ലോണം അത് ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 തരത്തിലുള്ള മോഡ് ഉണ്ട്, അതായത് നോർമൽ മോഡും പിന്നെ പെർഫോമൻസ് മോഡ്. സോ എനിക്ക് തോന്നുന്നത് ഈ OnePlus 11ന്റെ ചൈനീസ് വേരിയന്റ് വന്നപ്പോൾ അതിൽ പല കംപ്ലൈൻറ്റ്സ് ഉണ്ടായിരുന്നു. അത് ഹീറ്റിംഗ് ഇഷ്യൂ, നിങ്ങൾ കേട്ട് കാണും, ഹീറ്റിംഗ് ഇഷ്യൂടെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ബാറ്ററി കൺസംഷൻ ഭയങ്കരമായിട്ട് നടക്കുന്നു എന്നൊരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാവും നോർമൽ മോഡിൽ OnePlus ഇത് അണ്ടർ ക്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഏകദേശം 10 ലക്ഷത്തിൻ്റെ AnTuTu സ്കോർ പോലും കിട്ടുന്നില്ല നോർമൽ മോഡിൽ. പെർഫോമൻസ് മോഡ് ഇടുമ്പോൾ 12 ലക്ഷത്തിൻ്റെ മേളിൽ കിട്ടുന്നുണ്ട് AnTuTu സ്കോർ. സോ തീർച്ചയായിട്ടും അവിടെ ഒരു ചെറിയ രീതിയിലുള്ള അണ്ടർ ക്ലോക്കിംഗ് അവർ ചെയ്തിട്ടുണ്ട്. പേഴ്സണലി ആൻഡ് ഫ്രാങ്ക്ലി എനിക്ക് അതുകൊണ്ട് വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. അതായത് OnePlus എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ബാറ്ററി കൺസപ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ്. കാരണം ഫുള്ള് നമ്മൾ അഴിച്ചു വിട്ടാൽ, അതായത് എല്ലാ ഈ കോഴ്സും ഫുൾ പൊട്ടൻഷ്യലിൽ റൺ ആയിക്കൊണ്ടിരുന്നാൽ കൂടുതൽ ബാറ്ററി കൺസപ്ഷൻ വരും, കൂടുതൽ ഹീറ്റിംഗ് വരാൻ ചാൻസ് ഉണ്ട്. സോ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു സംഭവം ചെയ്തിരിക്കുന്നത്. ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. പിന്നെ അവരൊരു ഡെഡിക്കേറ്റഡ് മോഡ് കൊടുത്തിട്ടുണ്ട്, പെർഫോമൻസ് മോഡ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ഭയങ്കരമായിട്ട് ഹൈ എൻഡ് ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പെർഫോമൻസ് മോഡ് ആക്ടിവേറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ ഒരു ചിപ്സെറ്റിന്റെ ഫുൾ പെർഫോമൻസ്, ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിക്കാൻ പറ്റും. 128GB വേരിയന്റ് ഉണ്ടല്ലോ, ആ വേരിയന്റിൽ UFS 3.1 സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. 256GB വേരിയന്റിൽ ലേറ്റസ്റ്റ് UFS 4.0 ആണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ UFS 4.0 ഉണ്ടല്ലോ, ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റി തന്നെ 256GB ആണെന്ന് എനിക്ക് തോന്നുന്നു. 128GB ഉള്ള UFS 4.0 ഇല്ല, അറ്റ്ലീസ്റ്റ് തൽക്കാലം ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും മിക്ക കമ്പനികൾ ഈ സാധനം ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, സാംസങ്ങിൻ്റെ S23ലും ഈ പരിപാടി ഉണ്ടായിരുന്നു. UFS 3.1 മോശമൊന്നുമല്ല. എന്നാൽ നിങ്ങൾ ഒരു തവണ UFS 4.0 സ്റ്റോറേജ് ഉള്ള ഒരു ഡിവൈസ് ഉപയോഗിച്ചാൽ അതിനുശേഷം UFS 3.1 സ്റ്റോറേജ് ഉള്ള ഡിവൈസ് ഉപയോഗിക്കുമ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. 55,000 60,000 രൂപയുടെ മേളിൽ വരുന്ന ഫോൺസിൽ നിർബന്ധമായിട്ട് 256GB സ്റ്റോറേജ് കൊടുത്തിരിക്കണം. ഈ 128GB എന്നൊക്കെ പറയുമ്പോൾ ഈ മിഡ് റേഞ്ച്, പ്രീമിയം മിഡ് റേഞ്ച് ലെവലുള്ള സ്റ്റോറേജ് ആണ്. സോ എൻ്റെ സജഷൻ ആയിരിക്കും കുറച്ചും കൂടി പൈസ ആഡ് ചെയ്തിട്ട് ആ ഒരു 16GB, ഈ ഒരു 16GB 256GB ഉള്ള വേരിയന്റ് വാങ്ങാൻ നോക്കുക. ഇനിയാണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. നിങ്ങൾ ആ ഒരു പഴയ OnePlus എക്സ്പീരിയൻസ് പ്രതീക്ഷിച്ചാണ് ഈ സാധനം മേടിക്കുന്നതെങ്കിൽ അതിവിടെ കിട്ടൂല. അതായത് സ്പെഷ്യലി ആ ഒരു ഓക്സിജൻ OS. ഇപ്പോഴും പേരിൽ ഓക്സിജൻ OS ഉണ്ടെങ്കിലും ഇത് ബേസിക്കലി ബ്ലോട്ട്വെയർ ഇല്ലാത്ത കളർ OS ആണ്. അങ്ങനെ നോക്കിയാൽ മതി. ഒറ്റ ബ്ലോട്ട്വെയർ മാത്രമേ ഉള്ളൂ, അത് നെറ്റ്ഫ്ലിക്സ് ആണെന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻസ്, OnePlusൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഒരു കാര്യത്തിൽ എന്തായാലും വലിയൊരു തംസപ്പ് കൊടുത്തേ പറ്റൂ. OnePlus ഇവിടെ 4 വർഷത്തേക്കുള്ള OS അപ്ഡേറ്റ് പ്രോമിസ് ചെയ്തിട്ടുണ്ട് വിത്ത് 5 years സെക്യൂരിറ്റി അപ്ഡേറ്റ്. അതായത് സാംസങ് തരുന്ന എക്സാക്ട്ലി സെയിം നമ്പർ ഓഫ് അപ്ഡേറ്റ്സ് OnePlusഉം പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. ഓക്കെ, പ്രോമിസ് ചെയ്യുന്നതും ഡെലിവർ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. സാംസങ് പ്രോമിസ് ചെയ്യാറുണ്ട്, ഡെലിവറും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ OnePlusഉം തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ആണ് ക്യാമറ പെർഫോമൻസ്. ഫ്രാങ്ക്ലി എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിൻ്റെ ഏറ്റവും വീക്കസ്റ്റ് പോയിന്റ് ആണ് ക്യാമറ. നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ, അതായത് ഔട്ട്ഡോർ ഒക്കെ ആണെങ്കിൽ നല്ല വെളിച്ചമുണ്ട്, നല്ല വെട്ടമൊക്കെ ഉണ്ടെങ്കിൽ ഗുഡ് ഫോട്ടോസ് കിട്ടുന്നുണ്ട്. സ്പെഷ്യലി ഇതിൻ്റെ പ്രൈമറി ക്യാമറ വെച്ച് അത്യാവശ്യം നല്ല ഫോട്ടോസ് തന്നെ കിട്ടുന്നുണ്ട്. വലിയ പ്രോബ്ലം ഒന്നുമില്ല. ഡീറ്റെയിൽസ് ഒക്കെ ഓക്കെ ആണ്, നല്ല ഷാർപ്പ് ഫോട്ടോസ് ആണ് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ഫോട്ടോസിൽ ചെറിയൊരു റോസ് ടിൻ്റ് ഉണ്ട്, അതായത് ഒരു റെഡ് കളർ,
ഒരു റെഡ് ടോൺ കയറി വരുന്നുണ്ട്. അത് ഹാസൽ ബ്ലാഡ് ട്യൂണിങ് കാരണമാണോ ഐ ഡോണ്ട് നോ, പക്ഷേ ചെറിയ രീതിയിലുള്ള ഒരു റോസ്റ്റിൻ്റെ എന്തായാലും കയറി വരുന്നുണ്ട്. പോർട്രേറ്റ് ഫോട്ടോസ് ആണെങ്കിലും നോർമൽ ഫോട്ടോസ് ആണെങ്കിലും സ്പെഷ്യലി ഹ്യൂമൻ സബ്ജക്റ്റ് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ആ റോസ്റ്റിന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ബാക്കിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ ഫേസിൽ അത്യാവശ്യം എക്സ്പോഷർ കയറി വരുന്നുണ്ട്. നമ്മുടെ ഈ ഓപ്പോ ഫോൺസിൽ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണിത്, അതിവിടെയും വരുന്നുണ്ട്. പിന്നെ 8K at 24 FPS മാക്സിമം വീഡിയോ റെസൊല്യൂഷനാണ്, അതെന്തായാലും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നില്ല. 4K 30 FPS സെയിം ആണ്, അതായത് അത്യാവശ്യം ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഡീസൻറ്റ് വീഡിയോ ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. വീഡിയോസിൽ പൊടിക്ക് ഒരു വാഷ്ഡ് ഔട്ട് ഫീലിംഗ് കിട്ടുന്നുണ്ട്, അതായത് ആ ഒരു കളേഴ്സും പിന്നെ ആ ഒരു എടുപ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ, ആ എടുപ്പ് ഇവിടെ മിസ്സിംഗ് ആണ്. ചെറിയൊരു വാഷ്ഡ് ഔട്ട് ഫീൽ കിട്ടുന്നുണ്ട്, എപ്പോഴും ഇല്ല. ചില വീഡിയോസിൽ സ്പെഷ്യലി ഹ്യൂമൻ സബ്ജക്ട്സിൻ്റെ വീഡിയോസ് എടുക്കുമ്പോൾ ആ ഒരു ചെറിയൊരു വാഷ്ഡ് ഔട്ട് ഫീൽ, അതായത് കളേഴ്സൊക്കെ ലേശം കുറവാണ്, അല്ലെങ്കിൽ എക്സ്പോഷർ പൊടിക്ക് കൂടുതലായിട്ടൊരു ഫീൽ നമുക്ക് കിട്ടും. അൾട്രാവൈഡ് ക്യാമറ പെർഫോമൻസ് ജസ്റ്റ് ഓക്കെ ആണ്. ഞാൻ എന്തായാലും ഫോട്ടോ സാമ്പിൾസ് ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കാം. ലൈറ്റ് കുറയുമ്പോഴാണ് ആക്ച്വൽ പ്രശ്നം തുടങ്ങുന്നത്, അതായത് ലോ ലൈറ്റ് അല്ലെങ്കിൽ നൈറ്റ് ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റ് ഫോട്ടോസ് ആണ് വരുന്നത്, വളരെ ആവറേജ് ഫോട്ടോസ് ആണ് വരുന്നത്. സോ ബാക്ക് ക്യാമറ പെർഫോമൻസ് സ്പെഷ്യലി നൈറ്റിൽ, അത് വീഡിയോ ആണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും വളരെ ആവറേജ് ആണ്, അതായത് ഷാർപ്നെസ് കുറവാണ്. പിന്നെ എവിടെയൊക്കെയോ പ്രോസസ്സിങ്ങിൽ അത് അത്രയും വരുന്നില്ല. സ്പെഷ്യലി ഹ്യൂമൻ സബ്ജക്റ്റിൻ്റെയൊക്കെ നമ്മൾ ഫോട്ടോസ് എടുക്കാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോസ് എടുക്കാൻ നോക്കുമ്പോൾ ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ അല്ലെങ്കിൽ ഒരു പ്രീമിയം ഫോണിൻ്റെ ഒരു ഫീൽ കിട്ടുന്നില്ല. സെൽഫി ഫോട്ടോ പെർഫോമൻസും വളരെ സിമിലർ ആണ്, സെൽഫി വീഡിയോ അല്ല, സെൽഫി ഫോട്ടോ പെർഫോമൻസ്. അതായത് നല്ല ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സെൽഫി ഫോട്ടോസ്, അതായത് അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള ജസ്റ്റ് ഓക്കെ സെൽഫി ഫോട്ടോസ് എടുക്കാൻ പറ്റും. എന്നാൽ സെൽഫി വീഡിയോ പെർഫോമൻസ് ഈസ് ബിലോ ആവറേജ്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സെൽഫി വീഡിയോ പെർഫോമൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടില്ല, അതായത് ഔട്ട് ഓഫ് ദ ബോക്സ് സ്റ്റെബിലൈസേഷൻ ഇല്ല. സോ നല്ല മൂവ്മെൻ്റ് ഉണ്ട്. പിന്നെ എന്നാണാവോ ഈ ഓപ്പോ, വിവോ, ഐക്യു, OnePlus പോലുള്ള ബ്രാൻഡുകൾ സെൽഫി ക്യാമറയിൽ 4K 30 FPS തരാൻ പോകുന്നത്? ഈ പ്രൈസ് പോയിന്റിൽ ഇത്രയും കാശ് ഒരാൾ മുടക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് 4K കൊടുത്തിരിക്കണം. ഇവിടെ വരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടില്ല. എന്നാൽ ഒരു അൾട്രാ സ്റ്റെബിലൈസേഷൻ്റെ മോഡ് ഉണ്ട്, അത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്താൽ അത്യാവശ്യം നല്ല സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ടെങ്കിലും ക്വാളിറ്റി കുറയും, കാരണം സൂം ഇൻ ആവുന്നുണ്ടല്ലോ, ക്രോപ്പ് ചെയ്തിട്ടാണ് സ്റ്റെബിലൈസേഷൻ ചെയ്യുന്നത്. സോ അവിടെ വീണ്ടും ക്വാളിറ്റി കുറയുന്നുണ്ട്. സോ തീർച്ചയായിട്ടും 4K 30 FPS കൊടുക്കേണ്ടതായിരുന്നു. പിന്നെ ഇതിൻ്റെ സെൽഫി ക്യാമറയിൽ ആ ഒരു ഓട്ടോ ഫോക്കസ് മിസ്സിംഗ് ആണ്. 62,000 റുപ്പീസിൻ്റെ ഫോണാണ്, ഓട്ടോ ഫോക്കസ് കൊടുക്കാമായിരുന്നു. സോ ഓട്ടോ ഫോക്കസ് മിസ്സിംഗ് ആണ്. അതുപോലെ തന്നെ ലോ ലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് കുറയുമ്പോൾ അല്ലെങ്കിൽ നൈറ്റ് ആർട്ടിഫിഷ്യൽ ലൈറ്റിലേക്ക് എടുക്കുമ്പോൾ വീണ്ടും വളരെ ആവറേജ് ഫോട്ടോ വീഡിയോ പെർഫോമൻസ് ആണ് കിട്ടുന്നത് സെൽഫി ക്യാമറയിലൂടെ. സോ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഹാസൽ ബ്ലാഡ് ഒക്കെ എടുത്ത് മാറ്റിയിട്ട് ക്യാമറ പ്രോസസ്സിംഗ്, ആക്ച്വൽ ഫോട്ടോ പ്രോസസ്സിംഗ്, ആക്ച്വൽ വീഡിയോ പ്രോസസ്സിങ്ങിൻ്റെ മേളിൽ ഇനിയും വർക്ക് ചെയ്യാനുണ്ട് OnePlus. നമ്മൾ പണ്ട് പറയായിരുന്നല്ലോ OnePlusൻ്റെ ക്യാമറ നല്ല പെർഫോമൻസ് തരുന്നുണ്ട്, പണ്ട് OnePlus 6 ഒക്കെ ഉള്ള സമയത്ത്. എന്തുകൊണ്ടാണെന്ന് അറിയാം? ആ സമയത്ത് OnePlus ഫോൺസിൻ്റെ പ്രൈസ് കുറവായിരുന്നു, 30,000 35,000 രൂപ കിട്ടുമായിരുന്നു OnePlusൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ. ഫ്ലാഗ്ഷിപ്പ് കില്ലർ ആയിരുന്നല്ലോ ആ സമയത്ത്. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ 62,000 റുപ്പീസിലൊക്കെയാണ് ഈ ഫോൺ കിട്ടുന്നത്. ഇത് പ്രോ മോഡലല്ല, OnePlus 11 ആണ്. 62,000 രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ്. ഓക്കെ, ആ പ്രൈസിന് പറ്റിയ ഒരു ക്യാമറ പെർഫോമൻസ് അല്ല ഇവിടെ കിട്ടുന്നത്. സോ നിങ്ങളുടെ പ്രയോറിറ്റി ആവണമെന്നില്ല, നിങ്ങൾക്ക് ക്യാമറയിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണെങ്കിൽ 66,000 റുപ്പീസിൽ ഐഫോൺ കിട്ടുന്നുണ്ട്, iPhone 13 കിട്ടും, സാംസങ് S22 കിട്ടുന്നുണ്ട്, സാംസങ്ങിന് മറ്റു ഫോൺസും ഉണ്ടെന്ന് തോന്നുന്നു. സോ അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക നിങ്ങളുടെ പ്രയോറിറ്റി ക്യാമറ ആണെങ്കിൽ. അതല്ല നിങ്ങളുടെ പ്രയോറിറ്റി ക്യാമറ അല്ല, ബാക്കി ഓവറോൾ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിട്ട് കിട്ടണം, ക്യാമറ ഒരു ഹോബി പോലെയാണ് ചിലപ്പോഴൊക്കെ എടുക്കാറുള്ളൂ, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വലിയ ഇഷ്യൂ ഒന്നും ഫേസ് ചെയ്യാൻ പോകുന്നില്ല. 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്, 100 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പ്രോപ്പർ ഫാസ്റ്റ് ചാർജിങ് ആണ് കേട്ടോ. അതായത് ഒരു 20-25 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഫുൾ ചാർജ് ആക്കാൻ പറ്റും. ദാറ്റ് ഇസ് റിയലി നൈസ്. പിന്നെ ഓപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്, നല്ലോണം വർക്ക് ആവുന്നുണ്ട്, അങ്ങനെ ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. ഓക്കെ, അതുപോലെ തന്നെ ഫേസ് അൺലോക്കും ഇറ്റ്സ് വെരി ഫാസ്റ്റ്, നല്ല ഫാസ്റ്റാണ്, നോ പ്രോബ്ലം. ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്, നല്ലോണം കസ്റ്റമൈസ് ഒക്കെ ചെയ്യാൻ പറ്റും. സോ ടെക്സ്റ്റ് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആനിമേഷൻസ് എന്ത് വേണമെങ്കിലും വെക്കാം. ഒരുപാട് കസ്റ്റമൈസേഷൻ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. 5G റെഡി ഫോണാണ്. ഞാൻ ജിയോ സിം ഇട്ട് നോക്കിയിരുന്നു, 5G കാണിക്കുന്നുണ്ട്. 13 5G ബാൻഡ്സിനുള്ള സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. Wi-Fi 6ന്റെ സപ്പോർട്ടാണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. OnePlus പറഞ്ഞതനുസരിച്ച് OTA അപ്ഡേറ്റ് വഴി Wi-Fi 7 വേണ്ടിയുള്ള സപ്പോർട്ടും തരുമെന്നാണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് റിയലി നൈസ്. Wi-Fi 7 കിട്ടുമെന്ന് OnePlus പറഞ്ഞിട്ടുണ്ട്. സോ OnePlus ഇസ് ബാക്ക് എന്ന് നിങ്ങൾ പല വീഡിയോസിലും കണ്ടു കാണും, പല റിവ്യൂസും പല ആർട്ടിക്കിൾസും പലയിടത്തും പലരും ഇത് പറയുന്നുണ്ട്. സോ OnePlus ഇസ് ബാക്ക് എന്ന് പറയുമ്പോൾ ഏത് OnePlusനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? അതായത് OnePlus 7 സീരീസ്, 770, 70 Pro ആ സമയത്ത് കത്തി നിന്ന OnePlus ആണോ, അതോ കളർ OS വന്നതിന് ശേഷമുള്ള OnePlus ആണോ? എന്ന് വെച്ചാൽ ഈ OnePlus 10T 10R മുന്നേ ഉള്ള OnePlus ആണോ? അതായത് ഈ OnePlus 10T OnePlus 10R ഇറക്കിയപ്പോൾ ഞാനെന്നല്ല എല്ലാവരും ചിന്തിച്ചു കഴിഞ്ഞു, ഇനിയൊന്നും
ഇല്ല OnePlus തീർന്നു, OnePlus കൈവിട്ടു പോയി എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നു. പക്ഷേ അതിൽ നിന്ന് ഇപ്പം ഒരു യു ടേൺ എടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും. അതായത് നല്ല ഡയറക്ഷനിലേക്ക്, നല്ല ദിശയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദിസ് ഇസ് ദ റൈറ്റ് ഡയറക്ഷൻ. സോ നിങ്ങൾ നല്ലൊരു OnePlus ഫോൺ നോക്കുന്നുണ്ടായിരുന്നെങ്കിൽ, അതായത് നല്ലൊരു OnePlus ഫോൺ വാങ്ങാൻ നോക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇത് നോക്കാം. വേണമെങ്കിൽ ക്യാമറ നിങ്ങളുടെ പ്രയോറിറ്റി അല്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. പെർഫോമൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ യാതൊരു ഇഷ്യൂ ഇല്ല, നല്ല സ്മൂത്ത്നെസ് കിട്ടുന്നുണ്ട്. പെർഫോമൻസ് ആണെങ്കിലും ചാർജിങ് ആണെങ്കിലും ബാറ്ററി ആണെങ്കിലും ഡിസ്പ്ലേ ആണെങ്കിലും അതെല്ലാം ഓക്കെയാണ്. ക്യാമറ മാത്രമാണ് എനിക്ക് വീക്ക് പോയിന്റ് ആയിട്ട് തോന്നിയത്, സ്പെഷ്യലി സെൽഫി ക്യാമറ പെർഫോമൻസ്. സോ ദാറ്റ്സ് ഓൾ. ബാക്കി നിങ്ങളുടെ അഭിപ്രായം കൂടെ താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് ഇസ് എ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.